എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ITIയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടാവും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ iti.kerala.gov.in/iti.php എന്നുള്ള പേജ് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ടു നോ യുവർ റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് ഇവിടെ നിങ്ങൾക്ക് പോകുന്നത് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് നിങ്ങൾ ഏത് കോളേജിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജിൻ്റെ പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ചില കോളേജിൻ്റേത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചില കോളേജുകൾ ഇതിൽ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളേജിൻ്റേത് ഇതിൽ പ്രസിദ്ധീകരിച്ച് കാണുന്നില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു കോളേജ് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ പ്രസിദ്ധീകരിച്ചത് കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ അതത് ITIകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോണിൽ SMS രീതിയിൽ ഇന്ന ദിവസം ആ ഒരു കോളേജിൽ അതായത് ITIയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും അതിൽ പ്രസിദ്ധീകരിക്കില്ല. നിങ്ങൾക്ക് SMS വന്നിട്ടുണ്ടാവുക, അതായത് ഇന്ന ദിവസം പോയിട്ട് അഡ്മിഷനായിട്ട് പോകണം, അതായത് കൗൺസിലിങ്ങിനായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ചോദ്യമൊന്നും ചോദിക്കുന്നതല്ല, ജസ്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ITIയിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ അതത് ITIയിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ അതത് ITIകളിൽ നിന്നും പറഞ്ഞു തരുന്നതായിരിക്കും. അവിടെ സീറ്റ് ബാക്കിയോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളോട് അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ITIയിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ITI അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുകയും അതിനുശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ മുൻഗണനയും അതുപോലെ തന്നെ ആ ഒരു ITIയിലുള്ള സീറ്റ് വേക്കൻസിയും അനുസരിച്ച് വിദ്യാർത്ഥികളെ ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്ത് ഇന്ന ദിവസം കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SMS മുഖേന ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കും. അപ്പോൾ കറക്റ്റായിട്ട് SMS നോക്കിയിട്ട് ഇന്നത് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിനുള്ളിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ITIയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുക. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഇന്ന ട്രേഡിന് എനിക്ക് അഡ്മിഷനായിട്ട് ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ SMS വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കോഴ്സ് എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആ ഒരു ITI വളരെ ദൂരെയാണ്, അങ്ങനെയെങ്കിൽ അടുത്ത ITIയിലേക്ക് നിങ്ങളെ വിളിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതത് ITIകളിലെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അഡ്മിഷന് വിളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ITIകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ITIകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ITI ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ റാങ്ക് ഇത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻഡെക്സ് മാർക്ക് ഇത്രയാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റിലാണ്, അതായത് ഏത് ITIയുടെ റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളത് ആ ഒരു ITIയിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുക, അതായത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും കൃത്യമായിട്ട് അവർ മറുപടി തരുന്നതായിരിക്കും. കാരണം അഥവാ സീറ്റോ മറ്റോ വാക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളോട് വന്നിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ITIയുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ റാങ്ക് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ ITIകളിലേക്കും ഈ ഒരു പ്രവേശനം നടത്തുന്നത് അവിടുത്തെ വേക്കൻസി അനുസരിച്ചും അതുപോലെ റാങ്ക് ലിസ്റ്റിലെ മുൻഗണന അനുസരിച്ചുകൊണ്ടും വിദ്യാർത്ഥികളോട് അഡ്മിഷൻ നേടാനായിട്ട് പറയുകയും നിശ്ചിത സമയത്തിനകം അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഏത് വിദ്യാർത്ഥിയാണോ ഉള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് SMS മുഖാന്തരമോ അല്ലെങ്കിൽ ഫോൺ വഴിയോ അവരെ വിളിച്ച് ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് ഹാജരാവണം എന്നാണ് പറയുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.